എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സഹോദരന്മാരുടെ ജീവൻ തിരിച്ചു നൽകാൻ യക്ഷൻ യുധിഷ്ഠിരന് മുന്നിൽ വച്ച ഉടമ്പടി തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം എന്നതായിരുന്നു. അങ്ങനെ ആ ഒരു പൊയ്കയുടെ കരയിലിരുന്നു വച്ച് തീരത്ത് വച്ച് ലോകത്തിലെ ആദ്യത്തെ ഒരു പ്രശ്നോത്തരി ക്വിസ് പ്രോഗ്രാം നടന്നു. ഒരുപക്ഷെ അതായിരിക്കാം ആദ്യത്തെ ഒരു പ്രശ്നോത്തരി എന്നുള്ളത്. മറ്റുള്ളത് ചിലപ്പോൾ ഉണ്ടായേക്കാം. യുധിഷ്ഠിരൻ യക്ഷന് കൊടുത്ത ഉത്തരങ്ങൾ മനുഷ്യ ജീവിതത്തെക്കുറിച്ചും ധർമ്മവ്യവസ്ഥയെക്കുറിച്ചുമുള്ള സത്യദർശനങ്ങളായിട്ട് മാറി പിന്നീട്. അപ്പോൾ ആ പ്രശ്നോത്തരിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക, 36-ലധികം ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ലോഭം, മോഹം, ക്രോധം എന്നിവയെ കീഴടക്കാനും ദാനം, തപസ്, സത്യം ഇതിൽ ഊന്നി നിന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള ഒരു ആഹ്വാനമായിരുന്നു, അല്ലെങ്കിൽ ആഗ്രഹം, അതിൻ്റെ പൂർത്തീകരണമാണ് അവിടെ ആ ഒരു ചർച്ചയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയദ്രഥൻ പാഞ്ചാലിയെ അപഹരിച്ച കഥയും അതിനുശേഷം അങ്ങനെ തിരിച്ചു വരണ സമയത്ത് ഒരു കടകോല് തൻ്റെ അഗ്നി രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ യാഗക്രിയകൾ മുടങ്ങിപ്പോകുന്ന അതിനെ സംരക്ഷിക്കുന്ന ആ കടകോല് തിരിച്ചു കിട്ടണം, അതുകൊണ്ട് അതൊരു മാൻ തട്ടിക്കൊണ്ടുപോയി ആ അരണിക്കോല് കണ്ടെടുക്കണമെന്ന് ധർമ്മപുത്രരോട് അഭ്യർത്ഥിക്കുന്ന ഒരു കഥ വളരെ പ്രസിദ്ധമാണ്. അത് തേടി അലയുമ്പോൾ ഇവരെല്ലാവരും, യുധിഷ്ഠിരനും തൻ്റെ സഹോദരന്മാരും എല്ലാവരും പോയപ്പോൾ പിന്നാലെ എല്ലാവരും പോയി. അവർ ക്ഷീണിച്ചു, അവർ വിശ്രമിച്ചു. അപ്പോൾ വെള്ളം അന്വേഷിച്ചു പോയി. അങ്ങനെ ഓരോരുത്തരും പോയി. 4 പേരും മരിച്ചു. അവസാനം യുധിഷ്ഠിരൻ പോയി എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു യക്ഷൻ അവിടെ കാണാനിടയായി. ആ പൊയ്കയിലെ വെള്ളം തൻ്റെ അനുവാദം കൂടാതെ വെള്ളം കുടിക്കാൻ പുറപ്പെട്ട 4 സഹോദരന്മാർ മരിച്ചു കിടക്കുന്നതാണ് യുധിഷ്ഠിരൻ കാണുന്നത്. അപ്പോൾ ധർമ്മപുത്രർ യുധിഷ്ഠിരൻ ആ യമധർമ്മൻ്റെ ചോദ്യങ്ങൾക്ക് തനിക്കാവാകുന്ന രീതിയിൽ ഉത്തരങ്ങൾ പറയാം എന്ന് പറയുകയാണ്. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും വളരെ സങ്കീർണമാണ്. അതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആയിട്ടില്ല. അതൊക്കെ ഭാവിയിൽ നമുക്ക് മനസ്സിലാക്കാം. അത് വളരെ സത്യത്തിൻ്റെ അനുഭൂതി സാക്ഷ്യങ്ങളാണ്, വേദങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് അവസാനം ഇതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് വേദങ്ങളിലെ ചില ചോദ്യങ്ങൾ, വേദങ്ങളിൽ നിന്ന് ശ്രുതി എന്നറിയപ്പെടുന്ന, ശ്രുതിയെ അറിയുന്നവനും അഭ്യസിക്കുന്നവനും ആ രീതിയിൽ കർമ്മകാണ്ഡങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ആ ഒരു ഗ്രന്ഥരാശിയെ സംബന്ധിച്ച ചില ചോദ്യങ്ങൾ, ഒരു 8-10 ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയണത്. അവിടെ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ആധാരം ഏതാണ്? ആദിത്യൻ്റെ ആധാരം എന്താണ്? ആദിത്യനെ എങ്ങനെ അസ്തമിക്കുന്നു? സൂര്യൻ എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് യക്ഷപ്രശ്നത്തിലുള്ളത്. അപ്പോൾ ആദിത്യൻ്റെ ആധാരം ബ്രഹ്മം തന്നെയാണ്, അധർമ്മത്താൽ അതിന് അസ്തമയം സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ്. അതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് ഇനിയും അധ്യയനം നമുക്ക് ആവശ്യമാണ്. അതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ നമ്മളുടെ ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അത് വൈദികമായ വിഷയമാണ്, വേദത്തെ സംബന്ധിച്ച വിഷയമാണ്, വേദാഹ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ പ്രാചീനമായ സാഹിത്യമാണ് വേദം. ഇവിടെ തന്നിട്ടുള്ളത് ചില ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ വേദത്തിൻ്റെ ഉൽപ്പത്തി എന്നുള്ളത് വിത് ശബ്ദത്തിൽ നിന്നാണ്. എത്ര വേദങ്ങളുണ്ട്? കതി വേദാഹ സന്തി ചത്വാരാഹ. ഋഗ്വേദസ്യ ഉപവേദഃ കഃ? ആയുർവേദഃ. പ്രസിദ്ധഃ വേദവ്യാഖ്യാതുഃ. വേദസ്യ വ്യാഖ്യാനം കഃ കൃതവാൻ? തസ്യ നാമ കിം? സായണഃ. യജുർവേദസ്യ ഉപവേദഃ ധനുർവേദഃ.
ഗാനരൂപമന്ത്രാണി കസ്മിൻ വേദേ സാമവേദേ. സാമവേദസ്യ ഉപവേദഃ ഗാന്ധർവവേദഃ, അഥർവവേദസ്യ ഉപവേദഃ അർത്ഥശാസ്ത്രം. അത്യധികശാഖാഃ കസ്യ വേദസ്യ ഭവതി. സാമവേദസ്യ അപ്പോൾ ന്യൂനശാഖാഃ കുറവുള്ളത്. അഥർവവേദസ്യ വേദത്തിൽ പ്രധാനമായിട്ട് മന്ത്രങ്ങളാണ്. മന്ത്രങ്ങൾ ഏത് ധാതുവിൽ നിന്നാണ്? അപ്പം മനു എന്നുള്ള ധാതുവിൽ നിന്നാണ്. ഇങ്ങനെ ലോകത്തിലെ പ്രാചീനമായ വേദസാഹിത്യത്തെപ്പറ്റിയും വേദശബ്ദത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയും അതുമായി ബന്ധപ്പെട്ട ഓരോ വേദത്തിലും എത്ര ശാഖകളുണ്ടെന്നും അത്തരം ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷകൾക്ക്, ഇത്തരം പ്രശ്നോത്തരി പോലുള്ള പരീക്ഷകൾക്ക്, ഉയർന്ന പരീക്ഷകൾക്കും, ഇപ്പോൾ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം എന്നുള്ള ഇതേപോലെയുള്ള മന്ത്രങ്ങൾ തന്നിട്ട് ഇതേത് വേദത്തിലേതാണ്? സമാനീവ ആകൂതി. നേരത്തെ പറഞ്ഞ മന്ത്രം ആദ്യത്തേതാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് അവസാനത്തേതാണ്. അപ്പോൾ അവസാനത്തെ മന്ത്രം ഏതാണെന്ന് ചോദിക്കില്ല, ഇതേതിലുള്ളതാണ്, അല്ലെങ്കിൽ ഋഗ്വേദത്തിലെ അവസാനത്തെ മന്ത്രം എന്ന ഉത്തരം നമുക്ക് വരണം. സമാനീവ ആകൂതി സമാനീ ഹൃദയാനിവ സമാനമസ്തുവോ മനോ യഥാവ സുസഹ സതി എന്ന് അവസാനിക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മളുടെ വേദം എന്നുള്ള ഒരു വിഷയത്തിലാണ് നമ്മളിന്ന് സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് തിരിച്ചറിയണം, പരിശ്രമിക്കണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാം ക്യാപ്സൂളായിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് ഒരനുഗ്രഹമായിട്ട് എടുക്കരുത്. ഇതിൻ്റെ കൂടെ ഒരു പ്രയത്നവും കൂടി, പരിശ്രമവും കൂടി വേണം. ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് കഷായം കഴിക്കാൻ പറ്റില്ല, അത് ഗുളികയായിട്ട് തരികയാണെങ്കിൽ കഴിക്കാം എന്ന് പറയുന്ന ഒരു തലമുറയാണ്. അതിനെ നമുക്ക് മാറ്റിയെടുക്കണം. ആധികാരികമായിട്ട് നമുക്ക് എന്തെങ്കിലും അറിഞ്ഞ് നമുക്ക് പോകണം. അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും. എല്ലാവർക്കും നമസ്കാരം, ആശംസകൾ.